150+ സിനിമയൊക്കെ ഇപ്പോൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 10-ൽ താഴെയാണ് ഹിറ്റ് സിനിമകൾ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 150 സിനിമ എടുക്കാനായിട്ട് ആൾ വരുന്നുണ്ട്. അതായത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അത്രയധികം ആൾക്കാർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇത്രയും കൊല്ലം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ചോദിക്കുക, ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇതിനോടുള്ളൊരു പാഷൻ, മറ്റൊന്നൊരു ബിസിനസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നവരുണ്ട്. ഒരു കാരണം മാത്രമല്ലല്ലോ. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നതിന് നല്ല സിനിമകൾ ഇറക്കാനുള്ള താല്പര്യം ഉണ്ടാവും, പിന്നെ ഒരു പ്രൊഡ്യൂസർ ആകാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഗ്ലാമർ വശം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓഫ്കോഴ്സ് ഞാൻ സിനിമ ചെയ്തു, ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ ഗ്ലാമറുണ്ട്. ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ അതൊരു വശം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ദുബായിൽ നിന്ന് വരുന്നവരൊക്കെ 500 ദിർഹം കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരും, ലോട്ടറി ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയോ കോടി രൂപയാണ്. അപ്പോൾ ആ കോടി അടിച്ചേക്കുന്നത് കണ്ടിട്ടാണ് എടുക്കുന്നത്. അടിക്കാത്തവരൊക്കെ നമ്മൾ വിട്ടുകളയും, അവരുടെ സങ്കടങ്ങളെ പറ്റി ആലോചിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സിനിമയിൽ അടിച്ചിരിക്കുന്ന പടങ്ങൾ 100 കോടി 150 കോടിയൊക്കെ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു അട്രാക്ഷനകത്ത് കിടപ്പുണ്ട്, ഒരു ബിസിനസ് കാര്യം എന്നുള്ള നിലയ്ക്ക്. അതും ഈ ഗ്ലാമറും അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു സുഖം ഒക്കെ ആലോചിച്ചിട്ട് അതൊക്കെ കൂടി കൂടുമ്പോൾ എല്ലാം നല്ല സംഭവങ്ങളൊക്കെ തന്നെയാണ്. മോശമാകുമ്പോഴല്ലേ